കേരള സർക്കാരിന് കീഴിലുള്ള കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിലെ 25ഓളം ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് 2 സ്ട്രീമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്ട്രീമിലേക്ക് 2 വർഷം എക്സ്പീരിയൻസ് വേണം. രണ്ടാമത്തെ സ്ട്രീമിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ശമ്പളത്തിലും ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകം നമുക്ക് ഡീറ്റെയിൽസും ഇതിലേക്ക് താല്പര്യം 2 പോസ്റ്റിലേക്കും 2025 നവംബർ 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. കേരള ഗവൺമെൻറ് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റായ www.cmd.kerala.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട് കാര്യം കൂടി ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാറ്റഗറി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് നോക്കാം. അതിലേക്ക് വേണ്ടത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 5 വേക്കൻസി ഉണ്ട്. അതിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് GCW BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ട യോഗ്യത. 75% മാർക്കോടെ പാസ്സാവരായിരിക്കണം. അല്ലെങ്കിൽ PG സ്ട്രക്ചറൽ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത SSC 1 വേക്കൻസി ഉള്ള സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉള്ള BTech ബിരുദമാണ് വേണ്ട യോഗ്യത. 75% മാർക്ക് വേണം. MTech ഉണ്ടായിരിക്കണം. അടുത്ത ഇലക്ട്രിക്കൽ 3 വേക്കൻസി ഉണ്ട്. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 75% മാർക്ക് ഉണ്ടായിരിക്കണം. PG ഡിസർവൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. PMC അടുത്ത 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിനുള്ള 75% മാർക്കോടെ BTech മാത്രം മതിയാവും. അടുത്ത ബ്രിഡ്ജസ് 1 വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗിലെ BTech 75% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ പോസ്റ്റുകളിലേക്കൊക്കെ പ്രതിമാസം 25,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. 1 വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം എന്ന കാര്യം മതി. അപ്പോൾ ഇതിനേക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്ത കാറ്റഗറിയിലേക്ക് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് വേണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് തന്നെയാണ് പോസ്റ്റ്. ഒന്നാമത്തെ QSC 1 വേക്കൻസി ഉണ്ട്. 70% മാർക്കോട്ടുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ട യോഗ്യത. അടുത്തത് GCN 4 വേക്കൻസി ഉണ്ട്. 70% മാർക്കോട്ടുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ട യോഗ്യത. PG സ്ട്രക്ചറൽ ഉണ്ടായിരിക്കണം. 2 വർഷം എക്സ്പീരിയൻസ് വേണം. അടുത്ത ജിയോ ടെക്നിക്കൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BTech ആണ് വേണ്ട യോഗ്യത. MTech ഡിസറബിൾ ചോദിച്ചിട്ടുള്ളൂ. 2 വർഷം എക്സ്പീരിയൻസ് വേണം. 70% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്ത ഹൈഡ്രോളിക്സ് 70% മാർക്കോട്ടുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ട യോഗ്യത. MTech അവിടെയും ഡിസറബിൾ മാത്രമേ ഉള്ളൂ. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 1 വേക്കൻസി ഉണ്ട്. 70% മാർക്കോടെയുള്ള BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ട യോഗ്യത. 2 വർഷം എക്സ്പീരിയൻസ് വേണം. MTech ചോദിച്ചിട്ടില്ല. അടുത്ത IQA സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BTech 70% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷം എക്സ്പീരിയൻസ് വേണം. ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് 70% മാർക്കോടെ BTech ഇലക്ട്രിക്കൽ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിനും 2 വർഷം എക്സ്പീരിയൻസ് വേണം. അടുത്ത VDC 1 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ എഞ്ചിനീയറിംഗോ 70% മാർക്കോടെ BTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത GIS MTech ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് വേണ്ട യോഗ്യത. ഈ പോസ്റ്റുകളിലേക്കൊക്കെ 32,500 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. 35 വയസ്സിലുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് എല്ലാ ടെക്നിക്കൽ ഏകദേശം 25ഓളം ഒഴിവുകളുണ്ട്. ഇതിലേക്ക് www.cmd.kerala.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 നവംബർ 12 വരെ അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളൊരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.